അപ്പൊ ഫസ്റ്റ് ഭാര്യ എന്ന് പറയുന്നത് ജിമ്മ, സെക്കൻഡേ ഉള്ളൂ ഞാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് മെഡൽ, മാസ്റ്റേഴ്സിൻ്റെ വേൾഡ് മെഡൽ കൊണ്ടുവരുന്നത്. ഞാൻ ഫോൺ ചെയ്തപ്പോൾ പോലും ഒരു ചെറുപ്പക്കാരൻ്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നിയത്. ഇദ്ദേഹത്തിന് 60 വയസ്സായോ? ഇങ്ങനെ ഗോൾഡ് മെഡൽ കൊണ്ടുവന്നിട്ട് പോലും ആരും നമ്മളെ കാണാൻ വരികയൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കണ്ടേ, എൻ്റെ ഈ പറയുന്ന സാധനം കണ്ടോ? ഇത് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ബോഡി ബിൽഡിങ്ങിൻ്റെ ഗോൾഡ് മെഡലാണിത്. അപ്പം ഇത് കിട്ടിയ ആളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇതാണ്ട് ഈ വ്യക്തിയെ കണ്ടോ, 61 വയസ്സ് ഇന്നലെ പൂർത്തിയായതായി. അപ്പം എവിടെ വെച്ചായിരുന്നു നടന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളെന്ന് പറയാം? ഈ കോമ്പറ്റീഷൻ, ഇപ്രാവശ്യത്തെ കോമ്പറ്റീഷൻ നടന്നത് മാൽദീവ്സിൽ വെച്ചാണ്. അപ്പം ഈ മാസം 5-ാം തീയതി മുതൽ 11-ാം തീയതി വരെയായിരുന്നു കോമ്പറ്റീഷൻ. അതിൽ നമ്മുടെ കോമ്പറ്റീഷൻ, ഈ മാസ്റ്റേഴ്സ് കോമ്പറ്റീഷൻ നടന്നത് 8-ാം തീയതിയാണ്. 8-ാം തീയതിയാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു നേട്ടം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. ഇന്ത്യയുടെ നേട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു വേൾഡ് മെഡൽ, മാസ്റ്റേഴ്സിൻ്റെ വേൾഡ് മെഡൽ കൊണ്ടുവരുന്നത്. ഇന്ത്യയിലും കേരളത്തിലും എല്ലാമായിട്ട് അത് കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക മറ്റൊരു രാജ്യത്ത് ഉയർത്തുക. 34 രാജ്യങ്ങൾ പങ്കെടുത്ത മീറ്റായിരുന്നു. ഈ 34 രാജ്യങ്ങളിൽ വന്ന ക്ലയൻറ്റുകളും അതിൻ്റെ ഒഫീഷ്യൽസും എല്ലാം നമ്മുടെ ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. അതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നിമിഷമാണ്. അതിലെനിക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ, ഇനി വേറൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, നമ്മളെ ഏറ്റവും വലിയൊരു. ഇത് എത്ര നാളുകൊണ്ട്, ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ 1985-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതലേ ഈ ബോഡി ബിൽഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 85 മിസ്റ്റർ കൊല്ലമായി. പിന്നെ കണ്ടിന്യൂസ് ഇതുവരെയും എല്ലാ വർഷവും പ്രൈസിങ്ങിന് വന്നുകൊണ്ടിരിക്കുക. അപ്പം എന്നിട്ട് ഇതിനകത്ത് വേറെയും കുറച്ച് മെഡലുകൾ. ഇത് നമ്മുടെ മിസ്റ്റർ ഇന്ത്യയുടേത്. ഇത് അത് 2022-23 മിസ്റ്റർ ഇന്ത്യ. അതേ വർഷം തന്നെ മിസ്റ്റർ ഏഷ്യയുടെ ഇതാണിത്. ഇത് മിസ്റ്റർ ഏഷ്യ. ഇത് അതേ വർഷം തന്നെ മിസ്റ്റർ വേൾഡിന് പോയി എനിക്ക് സിൽവർ മെഡലായിരുന്നു, 2ാം സ്ഥാനം. അതേ ഇത് തന്നെ ഇപ്പം ഗോൾഡ് മെഡലായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഗോൾഡ് മെഡൽ നമ്മൾ വന്നിട്ടുണ്ട്. അല്ല, ഞാനിപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാലേ, ഈ 60 വയസ്സ് കഴിഞ്ഞ് പെൻഷന് വേണ്ടി നടക്കുന്ന ഒരുപാട് പേര്, ഇപ്പം എൻ്റെ അച്ഛൻ തന്നെ 60-65 വയസ്സായി. അപ്പോൾ ഞാൻ ഒരുപാട് 60 വയസ്സ് മുകളിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഫോൺ ചെയ്തപ്പോൾ പോലും ഒരു ചെറുപ്പക്കാരൻ്റെ സൗണ്ട് പോലെ എനിക്ക് തോന്നിയത്. ഇദ്ദേഹത്തിന് 60 വയസ്സായോ? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ വന്ന് കണ്ടപ്പോൾ ഭയങ്കര ഇതായി. അപ്പം എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നതും കാര്യം? ഞാൻ KSRTCയിലായിരുന്നു. 1987 ഞാൻ KSRTCയിൽ കണ്ടക്ടറായിട്ട് കയറിയതാണ്. ഈ 2020 ചെക്കിംഗ് ഇൻസ്പെക്ടറായിട്ട് പെൻഷനായി. കൊല്ലത്തുനിന്ന് പെൻഷനായി. കൊല്ലം ഡിപ്പോയിൽ തന്നെ പെൻഷനായി. അപ്പം അതിന് ഈ 2020 വരെ ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മിസ്റ്റർ കൊല്ലം, മിസ്റ്റർ കേരള ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്നതാണ്. ഈ പെൻഷനായതിനു ശേഷമാണ് ഞാൻ ഫുൾ ടൈം ബോഡി ബിൽഡിങ്ങിലോട്ട് വന്നതും. ഒരു നേട്ടം നമുക്ക് നേടാൻ സാധിച്ചു. അല്ല, ഇപ്പം നമുക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് ആഹാര രീതി? ആഹാര രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ 2 രീതിയാണ്. ഓഫ് ഇതുണ്ട്. ഓഫ് ടൈമിൽ ഒരു രീതി, കോമ്പറ്റീഷൻ ടൈമിൽ വേറൊരു രീതി. 2 രീതിയാണ് നമ്മുടെ ആഹാര രീതി. അതൊന്ന് പറയാമോ എങ്ങനെയാണ്? ഓഫ് ടൈമിലാകുമ്പോൾ നമ്മളിപ്പോൾ സാധാ എല്ലാവരും കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കുറച്ച് കഴിക്കും, ഫുള്ളി കട്ടാവത്തില്ല. അതേസമയം കോമ്പറ്റീഷൻ സമയത്ത് കാർബോഹൈഡ്രേറ്റ് ഫുള്ളി കട്ടാക്കിക്കൊണ്ട് പ്രോട്ടീൻ ഫുഡ് മാത്രം ആഡ് ചെയ്തുകൊണ്ടുള്ള രീതിയാണ്. അത് നമ്മളൊരു 6 മെനു 7 മെനു ഒക്കെ ആയിരിക്കും നമുക്ക്. ഇപ്പോൾ സാധാരണ നമ്മുടെ കേരളീയരുടെ രീതി എന്ന് പറഞ്ഞാൽ 3 മെനു, രാവിലെ ഉച്ചയ്ക്ക് രാത്രി. ഇപ്പോൾ അത് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് പ്രോട്ടീൻ ഫുഡ് കൂടുതൽ 7 മെനു ആവും. 7 മെനു ആവും. അത് ചിക്കനും എഗ് വൈറ്റ്, പിന്നെ വെജിറ്റബിൾസ്, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ. എന്നാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് കട്ട് ചെയ്യും. അപ്പോൾ ഇപ്പം KSRTCയിൽ നിന്ന് വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മക്കൾ, എൻ്റെ വൈഫ് 2 മക്കൾ, മോനും മോളും. ഇത് മോൻ, ഇത് മോള്, 2 പേരാണ്. 2 പേരും വിവാഹം കഴിഞ്ഞു. മോനും മരുമോളും അബുദാബിയിലാണ്. അവർക്കൊരു കുട്ടിയുണ്ട്. മോനും മരുമോളും ട്രിവാൻഡ്രത്താണ്, അവർ ടെക്നോ പാർക്കിലാണ്. ഞാനും എൻ്റെ വൈഫ് മാത്രമാണ് ഇവിടെ. അപ്പോൾ നമുക്കിപ്പം ഈ പറഞ്ഞ ഗോൾഡ് മെഡൽ കിട്ടിയതിന് ശേഷം നമ്മളെ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും വരികയോ? ഇല്ല. ഇപ്രാവശ്യം എനിക്ക് വേൾഡ് പോകാനുള്ള സാമ്പത്തികം എൻ്റെ മക്കളും മരുമക്കളും കൂടെ ചേർന്നാണ് എനിക്ക് തന്നത്. അല്ലാതെ നമുക്ക് ഇവിടുന്ന് സന്നദ്ധ സംഘടനകളുടെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഒരു ഭാഗത്തുനിന്നും ഒരു
അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ MLA MP ആരും വന്നിട്ടും ഇല്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞ് വന്നിട്ട് പോലും ആരും നമ്മൾ നോക്കിയിട്ടില്ല. ഒന്ന് ഇങ്ങനെ ഗോൾഡ് മെഡൽ കൊണ്ടുവന്നിട്ട് പോലും ആരും നമ്മളെ കാണാൻ വരികയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ഇന്നലെ നമ്മളെ ഫിനാൻസ് മിനിസ്റ്ററെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ ബാലവർ സാറിനെ നേരിട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് സാർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അല്ല, ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ബാക്കി എല്ലാവരെയും പോലെയല്ല. ബാക്കി എല്ലാവരും ചെറുപ്പക്കാരാണ്, അവരെ സ്പോൺസർ ചെയ്യാൻ ആളുണ്ട്, പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. പക്ഷേ 60 വയസ്സിന് ശേഷം ഒരു മനുഷ്യൻ ഒരു ഗോൾഡ് മെഡൽ വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് നിസ്സാരമായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. കാര്യം അത് ഇമ്പോസിബിൾ ആണ്. കാര്യം ഇപ്പോഴത്തെ ആഹാര രീതി, പല അസുഖങ്ങൾ, എനിക്കൊന്ന് ഷുഗർ കൊളസ്ട്രോളൊക്കെ ഇല്ലാത്ത വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു വ്യത്യസ്തനായ സാറിനെ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പം ഇനി എന്താണ് ലൈഫിലെ ആഗ്രഹം? ഇപ്പോൾ നമ്മൾ ഈ ബോഡി ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ലാസ്റ്റ് മൂവ്മെൻറ്റിന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് അത് നമ്മൾ അച്ചീവ്മെൻറ്റ് ചെയ്തു. എന്നാലും ഇനിയും ഇതേ പ്രവണത നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. വർക്കൗട്ട് കറക്റ്റായിട്ട് വർക്കൗട്ട് കൊണ്ടുപോകും. പിന്നെ എൻ്റെ ജീവിതകാലം മൊത്തവും തന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, അപ്പോൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ ഈ രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേക്കും ഞാൻ. ഏർലി മോർണിംഗ് 4 മണിക്ക് എഴുന്നേറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് 5 മണിയാകുമ്പോൾ ജിമ്മ് തുറക്കും. 9:30 വരെ രാവിലെ അവിടെ കാണും. തിരിച്ച് വീട്ടിൽ വരും, നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകിട്ട് 4 മണിയാകുമ്പോൾ പിന്നെ റൊട്ടേഷൻ ഇത് തന്നെ. വൈകിട്ട് 4 മണിക്ക് ചെല്ലും, 10 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഇതാണ് നമ്മുടെ സ്വന്തമായിട്ട് ജിം? അല്ല, ഞാൻ ട്രെയിനറായിട്ട് നിൽക്കുക. ആശ്രാമം ബോഡി ടെക് എന്ന് പറയുന്ന ട്രെയിനറാണ്. 2 ജിമ്മിൽ ട്രെയിനറുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചേട്ടനെ കണ്ടപ്പോൾ തന്നെ ഇപ്പം വീട്ടിലെ അച്ഛനായാലും ഞാൻ പ്രായമുള്ളവരൊക്കെ ഒരുപാട് പേരെ കണ്ടതിൽ നിന്നും എനിക്ക് ഈ ശരീരമൊക്കെ കണ്ട സത്യം പറഞ്ഞാൽ കണ്ണു വിടല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വ്യത്യസ്തമായ ഒരു മനുഷ്യനാണ്. കാര്യം വേൾഡ് റെക്കോർഡ്, അതായത് മാൽഡീവ്സിൽ പോയി ഇന്ത്യയുടെ പതാക ഉയർത്തുകയും ഇന്ത്യയുടെ ദേശീയ ഗാനം അവിടെ ആലപിക്കുകയും ചെയ്ത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനമായ മാറിയ 61 വയസ്സ്, അതായത് ഇന്നലെ 61ാമത്തെ പിറന്നാൾ ആഘോഷിച്ച ഒരു വ്യക്തിയാണ് നമ്മളുടെ കൂട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ വേൾഡ് ഇത് കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ കാര്യം പോട്ടെ, ഈ പറയുന്ന ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ അങ്ങനെയൊക്കെയുള്ള ആരും വന്ന് അദ്ദേഹത്തെ ഒന്ന് ആശംസ അറിയിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിലൊന്നും പരാതിയുമില്ല, ഒരു പരാതിയുമില്ല. ഇത് എല്ലാവരും ഒരു പാഠമാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പ്രായമായി കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവർക്കും മടിയാണ്, എല്ലാത്തിൽ നിന്നും മടിയാണ്. ഒന്ന് കുനിയാനോ നൂരാനോ എല്ലാവർക്കും മടിയാണ്. അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ടാണ് സാറ് നോക്കിക്കേ. ശരീരം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ബോഡി ബിൽഡിങ്ങിന് പോകുന്ന മനുഷ്യനാണ്. അപ്പം എനിക്കിപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഇപ്പം സാറ് ഈ പറഞ്ഞ KSRTC റിട്ടയർ ആയതാണ്. ഇപ്പം ഗണേഷ് കുമാർ നമ്മളുടെ ഇപ്പം ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. സാറ് ഇത് കാണുവാണെങ്കിലും ഒന്നും വേണ്ട, ഒരു ആശംസയെങ്കിലും അറിയിക്കണം. കാര്യം മറ്റൊരു രാജ്യത്ത് പോയി നമ്മളുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയൊരു മനുഷ്യനാണ്. അപ്പം ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരായാലും സ്പോർട്സ് കൗൺസിലിൽ നിന്നായാലും ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഈ പറഞ്ഞ ഗതാഗത വകുപ്പിലൊരു മന്ത്രിയുണ്ട്. അപ്പം ആ വ്യക്തിക്ക് എങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് വന്ന് കാണണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ചേട്ടൻ പറയുന്നത് ചേട്ടൻ്റെ ഈ അച്ചീവ്മെൻറ്റിൻ്റെയൊക്കെ ആണി അല്ലേ? തീർച്ചയായിട്ടും. ഈ പറയുന്ന ആണി എന്ന് പറയുന്നത് വൈഫാണ്. മേഡം നമസ്കാരം. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തെ തീറ്റി പോറ്റുന്നത് തന്നെ ഒരു പാടാണല്ലേ? തീർച്ചയായും വലിയ ബുദ്ധിമുട്ട് തന്നെ. പിന്നെ ഇഷ്ടമുള്ള ആഹാരങ്ങൾ വെച്ച് കൊടുക്കുമ്പം അതനുസരിച്ച് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ തന്നെ വിചാരിക്കുന്നത് എങ്ങനെ പച്ച ഇലയും പുഴുങ്ങിയ മീനും മുട്ടയൊക്കെ കഴിക്കുന്നത്. പക്ഷെ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം അതായതുകൊണ്ട്, മനസ്സിൻ്റെ ആഗ്രഹം അതായതുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നത് അതനുസരിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഈ പറഞ്ഞ പോലെ വേൾഡ് റെക്കോർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചേട്ടൻ്റെ വൈഫിനെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലേ? പിന്നെ ഞാൻ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ജനങ്ങളെ പിള്ളേരെല്ലാം വന്നിട്ട് ചേച്ചി ഇത് എങ്ങനെയാണെന്ന് ചോദിച്ച് കുറേ നടക്കുക. പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും അവർക്ക് ആരോടും മറച്ചു വയ്ക്കാറില്ല, എല്ലാം തുറന്നങ്ങ് പറയും. അതല്ലേ ശരിക്കും പറഞ്ഞാൽ പെൻഷൻ ആവേണ്ട സമയം, അതായത് വാർദ്ധക്യ പെൻഷൻ്റെ സമയമാണ് ഇപ്പം. അത് കിട്ടത്തില്ല. 61 വയസ്സെന്ന് പറയുന്നത് സാധാരണ എല്ലാവർക്കും പ്രായമായി എല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ് അസുഖങ്ങളും ഒക്കെ ആയിട്ട്. അതിലെന്തായാലും സന്തോഷമാണ്. നമ്മൾ കൊടുത്ത ആഹാരത്തിൽ നിന്നും ഒരു അസുഖം പോലും ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. അതിന് സന്തോഷം തന്നെ. കാരണം കൊച്ചുനാളത്തെയുള്ള ആഗ്രഹമാണ്. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ ഇതുമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പൊ ഫസ്റ്റ് ഭാര്യ എന്ന് പറയുന്നത് ജിമ്മ, സെക്കൻഡേ ഉള്ളൂ ഞാൻ. അതെല്ലേ? അതിന്റെ അത് എത്ര നാള് പോട്ടെ അത്രയും നാള് പോവാന്ന് വിചാരിച്ചു. ജീവിതം എന്ന് പറയുന്നതേ ജിമ്മാണ്. ഇത് സെക്കൻഡ് വൈഫാണ്.
അപ്പം ചേട്ടന്റെ സെക്കൻഡ് വൈഫാണ്. ഫസ്റ്റ് വൈഫ് എന്ന് പറയുന്നത് ജിമ്മാണ്, ജീവിതകാലം മൊത്തം. അപ്പം ഈ പറയുന്ന ആയുരാരോഗ്യത്തോടെ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ നമ്മളുടെ എല്ലാം പ്രാർത്ഥന. ആ 100 വയസ്സ് വരെ ജിമ്മിൽ പോവുകയും ചെയ്യും. പോണം എന്ന് പറഞ്ഞാൽ വീഴുന്നവരെ തീർച്ചയായിട്ടും പോകും. പോയിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും.